പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തുകൃഷ്ണന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കേസ് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ജാമ്യം അനുവദിച്ചാൽ പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് മൂവാറ്റുപുഴ 1-ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി നിരീക്ഷിച്ചു. അതേസമയം അനന്തുകൃഷ്ണന്റെ അഭിഭാഷക താൻ തന്നെയാണെന്ന് ലാലി വിൻസെന്റ് വ്യക്തമാക്കി. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അനന്തുകൃഷ്ണന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. പ്രതിക്കെതിരെ പോലീസ് ആരോപിക്കുന്ന കുറ്റം നിലനിൽക്കില്ലെന്നും സിവിൽ കോടതിയിൽ പരിഗണിക്കേണ്ട കേസാണെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പോലീസ് പറയുന്നത് പോലെ 7 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടില്ലെന്നും പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ നിലനിൽക്കില്ലെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിച്ചപ്പോൾ ജാമ്യാപേക്ഷ തള്ളുന്നതായി കോടതി വ്യക്തമാക്കി. ജാമ്യം നൽകുന്നത് കേസന്വേഷണത്തെ ബാധിക്കുമെന്നും പരാതിക്കാരെ പ്രതി സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞു. പ്രതിക്ക് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അതേസമയം അനന്തുകൃഷ്ണന്റെ അഭിഭാഷക താൻ തന്നെയാണെന്ന് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് വ്യക്തമാക്കി. രാഷ്ട്രീയ നേതാക്കൾക്കുൾപ്പെടെ പണം നൽകിയ കാര്യം അനന്തുകൃഷ്ണന്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ഈ ഡയറി അശോക ഫ്ളാറ്റിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും ലാലി വിൻസെന്റ് പറഞ്ഞു. പേഴ്സണൽ ഡയറി നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടി വരും. പോലീസിന്റെ കയ്യിലുണ്ട്. അത് റെക്കോർഡഡ് ആണ്, ഓൾറെഡി റെക്കോർഡഡ് ആണ്. അനന്തു പറഞ്ഞ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല, ഓൾറെഡി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. അതേസമയം തട്ടിപ്പ് പരാതിയിൽ പൊൻകുന്നം പോലീസും ഇന്ന് അനന്തുകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ശ്യാംകുമാർ, 24, കൊച്ചി.